അപ്പോൾ നമ്മുടെ സെൻറ് മേരീസ് കഥയുടെ ബാക്കി പറഞ്ഞില്ലല്ലോ. എന്താ ഇപ്പോൾ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിച്ചേ? വല്ല ഭൂകമ്പം ഉണ്ടായോ? ഏയ് ഒന്നുമില്ല. ഫസ്റ്റ് പി ഡി സിയുടെ റിസൾട്ട് ഒന്ന് വന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് പി ഡിഗ്രി പ്രോവിഡൻസിലല്ലേ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കോളേജ് മാറിയ കാരണം റിസൾട്ട് വാങ്ങാൻ തേഞ്ഞിപ്പാലത്തെ യൂണിവേഴ്സിറ്റിയിൽ പോണ്ടി വന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും അച്ഛൻ ഏറ്റുമാനൂർക്ക് പോസ്റ്റിംഗായി പോയ കാരണം എൻ്റെ റിസൾട്ട് വാങ്ങാൻ അച്ഛൻ്റെ ഫ്രണ്ട് കോളനിയിലുണ്ടായിരുന്ന കോയങ്കിളാട്ടോ പോയത്. അങ്കിൾ അത് വാങ്ങി അവിടെ കോവൂര് കാത്തലിക് ബാങ്കിൻ്റെ ബ്രാഞ്ചിലെ മാനേജർക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പി ഡി സിയുടെ മാർക്സ് ഞാൻ ഫോണിൽ കൂടെ ആയിട്ടോ അറിഞ്ഞത്. പിന്നീട് അച്ഛൻ ലെറ്ററായിട്ടും അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അച്ഛൻ കോയങ്കിളിൻ്റെ ഒരു ലെറ്ററും എന്നെ അനുമോദിച്ചുകൊണ്ട് അങ്കിൾ എഴുതിയത് അതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്ന കാര്യം പറഞ്ഞു വെച്ചെങ്കിലും മാർക്ക് പറഞ്ഞില്ല അല്ലേ? അതൊന്നുമില്ല. ചെറുതായിട്ട് മാത്സിലും ഫ്രഞ്ചിലും ഒക്കെ ഫുള്ളുണ്ടായിരുന്നു. പിന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്, അന്ന് ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചത് ആർക്കൊക്കെയാണ് മാത്സിൽ ഫുള്ളുള്ളതെന്ന്. ക്ലാസ്സിലാകെ 1-2 പേർക്കോ ഉണ്ടായിരുന്നുള്ളൂ. നെഞ്ചു വിരിച്ച് ഞാൻ എണീറ്റ് നിന്നതും അപ്പോൾ കുട്ടി ഏത് കോളേജിൽ നിന്നാണ് വന്നേ ചോദിച്ചപ്പോൾ പ്രോവിഡൻസ് എന്നാന്ന് പറഞ്ഞതും കേൾക്കേണ്ട താമസം ടീച്ചർ വെറുതെ അല്ല പ്രോവിഡൻസ് എന്നല്ലേ അതുകൊണ്ടാന്ന്. പക്ഷെ സത്യം എനിക്കല്ലേ അറിയുള്ളൂ. പ്രോവിഡൻസിലെ ടീച്ചേഴ്സ് കാരണം എന്നല്ല കേട്ടോ എനിക്ക് മാർക്ക് കിട്ടിയത്. അവർ പഠിപ്പിക്കാണ്ടെന്നല്ല കേട്ടോ, ഞാൻ കോളേജിലൊന്നും ശ്രദ്ധിക്കാറില്ല. എനിക്ക് ചേവായൂർ ഭാഗത്ത് കൊച്ചു തിരച്ച ടീച്ചറെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് അടിപൊളിയായിട്ട് അറിയോ ട്രിഗ്നോമെട്രിയൊക്കെ പറഞ്ഞു തരാറ്. അവർ കാരണം കേട്ടോ എനിക്ക് മാർക്ക് കിട്ടിയത്. അങ്ങനെ കുറച്ച് നാൾ മാത്സിൽ ഫസ്റ്റ് പി ഡി സിക്ക് ഫുള്ള് കിട്ടിയ ബീന എന്നുള്ള ഒരു അഹങ്കാരത്തിൽ ഞാൻ കുറച്ചൊന്നല്ല കേട്ടോ ഞെളിഞ്ഞത്. പക്ഷേ പണ്ടാരോ പറഞ്ഞെന്തി ചക്ക വീണ് മുയൽ ചത്താന്ന് പറഞ്ഞ പോലെയായി നമ്മുടെ കാര്യം. അതെന്താ വെച്ചാൽ സെക്കൻഡ് പി ഡി സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഫുള്ള് പോയിട്ട് ഫുള്ളിൻ്റെ എഫ് പോലും ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൽ നിന്നപ്പോൾ എൻ്റെ പഠനമൊക്കെ ആകെ കൊള്ളായി ഉണ്ടായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിപ്പ് കൊള്ളായി ഉണ്ടോ? അതോ ഇനിയിപ്പോൾ കൂടുതൽ പഠിക്കുക ചെയ്തത്? ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ.